അപ്പോഴും നമ്മുടെ ചമ്മന്തിയും ദോശയും കണ്ടല്ലോ കൂട്ടുകാരെ. ഇതാണ് നമ്മുടെ ഇൻസ്റ്റന്റ് ദോശ. ഞാൻ കുറച്ചുകൂടെ മൊരിഞ്ഞ ദോശ വേണമെങ്കിൽ കുറച്ചുകൂടെ ഫ്രൈ ചെയ്തെടുത്താൽ മതി, കുറച്ചുകൂടെ മൂപ്പിച്ചെടുത്താൽ മതി, നല്ല ഇതായിട്ട് വരും. അപ്പൊ ഇതിന് ചമ്മന്തി ഇല്ലെങ്കിലും കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇന്ന് ഇതുപോലെ ഒരു വീഡിയോ ആണ് കൂട്ടുകാരെ. ഒരു വീഡിയോയിലേക്ക് പോവാം. കൂട്ടുകാരെ, സെലിം ബ്ലോസിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട്, ഇതുപോലത്തെ ഗ്ലാസ്സിനാണ്. അപ്പോഴും വൈറ്റ് റൈസ്, ഇത് ഓവർനൈറ്റ് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതാണ്. അപ്പോഴിത് വെച്ചൊരു റെസിപ്പി നോക്കാം. ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. അപ്പോഴിത് ഓവർനൈറ്റ് വെള്ളത്തിൽ ഇട്ടിരുന്നതാണ്. അപ്പോൾ നിങ്ങൾ രാവിലെ ഉണ്ടാക്കണമെങ്കിൽ രാത്രി വെള്ളത്തിൽ ഇട്ടിരിക്കണം, രാത്രി ഉണ്ടാക്കണമെങ്കിൽ രാവിലെ വെള്ളത്തിലിട്ടിരിക്കണം. ഇതിനെ ഇനി നല്ലതുപോലെ 3-4 വെള്ളം കഴുകി ഇട്ടിരുന്നതാണ്. അപ്പോൾ ഇനി ഇതിനെ മിക്സിയുടെ ജാറിലോട്ടൊന്ന് ആക്കി കൊടുക്കുക. ഇത്രയും അവിലെടുത്തിട്ടുണ്ട്. ഇതിനെ ഒന്ന് കഴുകി വെള്ളത്തിലൊന്ന് കുതിർത്തെടുക്കുക. തേങ്ങ ഇത്രയാണ് എടുത്തിരിക്കുന്നത്. 1/2 ഗ്ലാസ്സിനും കുറച്ചുകൂടെ മുകളിൽ എടുത്തിട്ടുണ്ട്. അതിന് കാരണം എന്ന് പറഞ്ഞത് പച്ചരി ഞാൻ നല്ല കുമിച്ച് എടുത്തിട്ടുണ്ട്. ഇങ്ങനെ പൊങ്ങി നിൽക്കത്തക്ക വിധത്തിലാണ് വൈറ്റ് റൈസ് എടുത്തിട്ടുള്ളത്. അപ്പോഴത് ശ്രദ്ധിക്കുക. ഇങ്ങനെ കറക്റ്റ് 1 ഗ്ലാസ്സാണ് എടുക്കുന്നതെങ്കിൽ ഇതിൻ്റെ പകുതി എടുത്താൽ മതി തേങ്ങയുടെ. ഇതിപ്പം ഞാൻ നല്ല കുമിച്ചെടുത്തത് കൊണ്ടാണ് ഇതുപോലെ എടുക്കുന്നത്. ഒരു 4-5 കൊച്ചുള്ളി ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന ഈ അവലൂടെ ഇട്ട് കൊടുക്കുക. അവല് വെള്ള അവലുണ്ടെങ്കിൽ അതാണ് നല്ലത്, അതാകുമ്പോൾ നല്ല കളറ് കിട്ട്. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് ഫൈനായിട്ട് അരച്ചെടുക്കണം. ഇവിടെ മാവ് അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഇവിടെ ദോശക്കല്ലിൽ എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി മാവ് കോരി ഒഴിച്ചു കൊടുക്കുക. ഇതുപോലെ നല്ലതുപോലെ ഹോൾസ് വരുമ്പോഴത്തേനൊന്ന് അടച്ചു കൊടുക്കുക. ഇതുപോലെ വന്നിട്ടുണ്ട്. അപ്പൊ ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. ശാല ഓയിലൂടെ ഇപ്പം നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ കുറച്ചുകൂടെ നല്ലത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നതാണ്. അതാകുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും. ഇത് അരച്ച് വെച്ച ഉടനെ തന്നെ ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. പിന്നെ ഞാൻ ഈ തവിടിൻ്റെ അവൽ ഉപയോഗിച്ചുകൊണ്ടാണ് കളർ കുറവ്.
അല്ലെങ്കിൽ നല്ല വെള്ള കളറിൽ ഇരിക്കുമായിരുന്നു. നല്ല മറ്റേ വെള്ളാവിലാണെങ്കിൽ ഇട്ട് കൊടുത്താൽ നല്ല വെള്ള കളറിൽ ഇരിക്കും. അടുത്തതും കോരി ഒഴിച്ചിട്ടുണ്ട്. ഇനി ഒന്ന് അടച്ചു കൊടുക്കുക. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഇതിന് പ്രത്യേകിച്ച് കറിയുടെ ആവശ്യമൊന്നുമില്ല. എന്നാലും ചെറിയൊരു ചമ്മന്തി തയ്യാറാക്കാം. കുറച്ച് വ്യത്യസ്ത രീതിയിലുള്ള ഒരു ചമ്മന്തിയാണ്. അതിനുവേണ്ടി ഒരു പിടി തേങ്ങ, ചെറിയൊരു പീസ് ഇഞ്ചി, 3 പച്ചമുളക്, 3-4 കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം. മുളക് പൊടിയും ഉപ്പും ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തത്. ഇത് എരിവില്ലാത്ത മുളക് പൊടിയാണ്. ഇനി ഇതിന്റെ പുറത്ത് വേണമെങ്കിൽ കുറച്ച് ഓയില് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോഴത് അവല് മറ്റേ വെള്ള അരിയുടെ അവലായിരുന്നെങ്കിൽ നല്ല വെള്ള കളറേ ഇരിക്കുമായിരുന്നു. ഇത് ഞാൻ മറ്റേ ചമ്പാവരിയുടെയാണല്ലോ, അതുകൊണ്ടാണ് കളർ കുറഞ്ഞു പോയത്. അപ്പോഴും വെള്ള അവല് കിട്ടുമല്ലോ, അപ്പോഴത് ഇട്ട് കൊടുക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. ഇതിന് പ്രത്യേകിച്ച് കറിയ അങ്ങനെയൊന്നും വേണ്ട, നമ്മള് അല്ലാതെ തന്നെ കഴിക്കാവുന്നതാണ്. ഉണ്ടല്ലേ? അപ്പോഴെല്ലാം ഇതുപോലെ ചുട്ടെടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പൂടെ ഇട്ട് കൊടുക്കുക. ഇപ്പോഴും നമ്മുടെ കടുകൊക്കെ ഇവിടെ പൊട്ടിയിട്ടുണ്ട്. 4-5 വറ്റൽ മുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ച് കറി ലീവ്സും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഈ ചമ്മന്തി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഭയങ്കര ടേസ്റ്റാണ്. അപ്പോഴും നമ്മുടെ ചമ്മന്തി പൊടിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉണ്ടല്ലേ. അപ്പോഴേ നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം, എന്നാലേ ആ ടേസ്റ്റ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇഞ്ചിയുടെ കുത്തലൊക്കെ കാണും, ഇഞ്ചിയുടെ ചെറിയ കയ്പൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് നല്ല ഫ്രൈ ചെയ്തെടുക്കണം. ഓക്കെ, അതുപോലെ നമ്മളെ ദോശയും ഇവിടെ ഇൻസ്റ്റൻറ്റ് ദോശയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോഴിത് പിന്നെ മറ്റേ എന്തോന്നാണ് ഉണ്ടല്ലേ, അവല് ചമ്പാവിൻ്റെ എടുത്തോണ്ടാണ് കളർ കുറഞ്ഞത്, അല്ലെങ്കിൽ നല്ല കളറായിട്ടിരിക്കുമായിരുന്നു. ഇപ്പോഴ് ഈ നമ്മുടെ ദോശയും ചമ്മന്തിപ്പൊടി. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്.